നസ്ലിൻ ചെറുപ്പക്കാർക്കിടയിലുള്ള നിഷ്കളങ്കനായ ഒരു നായകൻ. എല്ലാവർക്കും അത്യാവശ്യം നസ്ലിനെ ഇഷ്ടമാണ്. നസ്ലിൻ്റെ സിനിമകൾ കാണുന്നത് ഇഷ്ടമാണ്. നസ്ലിൻ്റെ മോശം സിനിമകളാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് ഇഷ്ടം പോലെ നസ്ലിന് ഒരു കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് നസ്ലിന് ഇപ്പം ഒരു പുത്തൻ സിനിമ നസ്ലിൻ്റെ ജൂൺ 5-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. മോളിവുഡ് ടൈംസ്. ഇതിൻ്റെ ഡയറക്ടർ സൂപ്പർ ഡയറക്ടറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. നല്ല അടിപൊളി വെറൈറ്റി ഒരു സബ്ജക്റ്റാണ്. അടിപൊളിയായിട്ട് എക്സിക്യൂട്ടീവ് വിനീത് ശ്രീനിവാസനായിരുന്നു അതിനകത്ത് നായകൻ. ആ പടം അത്യാവശ്യം എനിക്കൊന്ന് ഹിറ്റ് ചാർട്ടി വന്നൊരു സിനിമയാണ്. OTT-യിലൊക്കെ നല്ലപോലെ തരംഗം സൃഷ്ടിച്ചൊരു സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ അഭിനവ് സുന്ദർ നായകും അതായത് നമ്മുടെ നസ്ലിനോട് ഒന്നിക്കുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഇതിൻ്റെ ട്രെയിലർ ഒരു വെറൈറ്റി ട്രെയിലറാണ്. നസ്ലിൻ ഇതുവരെയും ചെയ്യാത്ത ക്യാരക്ടറാണ്. ഒരു ഡയറക്ടറാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള കഷ്ടപ്പാടുകളും സംഭവം ഒരു വ്യത്യസ്ത രീതിയിലുള്ള സിനിമയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ചിത്രം കൊമേഴ്സ്യലി എത്രമാത്രം സക്സസ് ആകൂ എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ നസ്ലിൻ്റെ വെറൈറ്റി ഒരു വേഷം കാണാൻ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. കാരണം നസ്ലിൻ ഇപ്പം ഒരുപാട് ചിത്രങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അമൽ നീരജ് പടത്തിൽ നസ്ലിൻ മെയിൻ നായകനിൽ ഒരാളാണ്. ബാച്ചിലർ പാർട്ടി 2, അതുപോലെ സൂര്യയുടെ പടത്തിൽ ഏകദേശം അഭിനയിച്ച് കഴിഞ്ഞു. അതുപോലെ ഇനി മമ്മൂട്ടിയുടെ കൂട്ടത്തിൽ മട്ടാഞ്ചേരി മാഫിയയിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ പ്രോജക്റ്റുകൾ നസ്ലിനെക്കാത്ത് ഇഷ്ടം പോലെ പ്രോജക്റ്റുകൾ, സൂപ്പർ ഡ്യൂപ്പർ പ്രോജക്റ്റുകളാണ് ഇരിക്കുന്നത്. അന്നേരം മോളിവുഡ് ടൈംസ് വെള്ളിയാഴ്ച അല്ല ജൂൺ 5-ന് റിലീസാണ്. നിങ്ങൾ എത്രമാത്രം പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ നസ്ലിൻ ചിത്രത്തിൽ? എത്ര പേര് ആദ്യത്തെ ദിവസം ഈ പടം കാണാൻ കാണും? കമൻസിൽ രേഖപ്പെടുത്തുക.